ഇറാൻ അവരുടെ അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. യുദ്ധം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ അവസാനിപ്പിക്കുവാൻ സജ്ജരാണെന്ന് അമേരിക്കയും ഇസ്രയേലും കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തതോടെ ക്ലൈമാക്സ് അടുത്തു കഴിഞ്ഞു. അതേസമയം യുദ്ധം നിലവിൽ പശ്ചിമേഷ്യയുടെ പുറത്തേക്ക് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അണയുന്നതിന് മുൻപുള്ള ആളിക്കത്തലായി അത് കാണാൻ സാധിക്കും. നിലവിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ആർക്കും മേൽക്കൈ നേടാൻ സാധിച്ചിട്ടില്ല. ഇസ്രയേലിന് അമേരിക്ക ശക്തമായ പിന്തുണ നൽകിയപ്പോൾ ഇറാനൊപ്പം നിന്നത് റഷ്യയും ചൈനയുമാണ്. രണ്ട് കരുത്തരായ രാജ്യങ്ങൾ അണിനിരുന്നതോടെയാണ് ഇറാന് വ്യക്തമായ ആധിപത്യമുണ്ടായത്. ലോക സാമ്പത്തിക ശക്തികളായ അമേരിക്ക പോലും യുദ്ധം മൂലമുണ്ടാക്കിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്നുപോയിരുന്നു. എന്നാൽ ഇറാന് വലിയ കുലുക്കമില്ലെന്നത് ശ്രദ്ധേയമാണ്. യഥേഷ്ടം ആയുധങ്ങൾ വിതരണം ചെയ്ത് ചൈനയും സാമ്പത്തിക സഹായം നൽകി റഷ്യയും കരുത്ത് കാട്ടിയതോടെ യുദ്ധം ഇറാനെ സംബന്ധിച്ച് അത്ര വലിയ കുഴപ്പമായിരുന്നില്ല. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ മരണമടക്കം നികത്താനാവാത്ത ചില നഷ്ടങ്ങളുണ്ടായെന്നത് മാറ്റി നിർത്തിയാൽ ഇറാന് വലിയ തിരിച്ചടികൾ യുദ്ധം നൽകിയിട്ടില്ല. അതേസമയം ഹോർമൂസ് കടലൊടുക്ക് അടയ്ക്കുകയും ഇസ്രയേലിന്റെ ഏറ്റവും വലിയ വിമാനത്താവളം കത്തിച്ച് ചാമ്പലാക്കുകയും ഇറാന് ശക്തമായ പ്രതിരോധമാണ് തീർക്കുന്നത്. ഏറ്റവും ഒടുവിലായി ക്ലൈമാക്സിൽ പിന്തുണയുമായി ലോകത്ത് ഏറ്റവും സമ്പത്തുള്ള രാജ്യങ്ങളിലൊന്നായ ഖത്തറും കൂടി എത്തിയതോടെയാണ് അമേരിക്കയും യുദ്ധം അവസാനിപ്പിക്കുവാൻ സജ്ജരാണെന്ന് അറിയിച്ചത്. അവസാനമാകുമ്പോൾ ഇസ്രയേലും അമേരിക്കയും പതിയെ പിന്തിരിയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ അമേരിക്കൻ ബ്രിട്ടീഷ് സംയുക്ത സൈനിക താവളമായ ഡീഗോ ഗാർഷയ്ക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുകയാണ്. തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 4000 കിലോമീറ്റർ അകലെയുള്ള ദ്വീപിനെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ പ്രഹരശേഷി ലോകം കരുതിയതിലും എത്രയോ മുകളിലാണെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ആക്രമണം. അമേരിക്കയുടെ പോലും കണ്ണ് തള്ളുന്ന സംഭവമായി അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ 2 ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചത്. എന്നാൽ ഇവ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചില്ലെന്ന് US വൃത്തങ്ങൾ അവകാശപ്പെട്ടതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിക്ഷേപിച്ച മിസൈലുകളിൽ ഒന്ന് ആകാശത്ത് വെച്ച് തന്നെ തകർന്നു വീണുവെന്നും രണ്ടാമത്തെ മിസൈലിനെ കടലിൽ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലിൽ നിന്നുള്ള SM-3 ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെന്നും പറയുന്നുണ്ട്. ഈ ശ്രമം വിജയിച്ചോ അതോ പരാജയമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇറാന്റെ മിസൈലുകൾക്ക് പരമാവധി 2000 മുതൽ 3000 കിലോമീറ്റർ വരെ മാത്രമേ പ്രഹരശേഷിയുള്ളൂ എന്നായിരുന്നു നേരത്തെയുള്ള വിലയിരുത്തൽ. എന്നാൽ 4000 കിലോമീറ്റർ അകലെയുള്ള ഡീഗോ ഗാർഷ ലക്ഷ്യം വെച്ചതോടെ യൂറോപ്പും ആഫ്രിക്കയുടെ ഭൂരിഭാഗം ഇപ്പോൾ ഇറാന്റെ മിസൈൽ പരിധിയിലാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക താവളങ്ങൾ വിട്ടു നൽകുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഈ തീരുമാനത്തിന് അനുമതി നൽകിയതിനെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ശക്തമായി അപലപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന് 4000 കിലോമീറ്റർ അകലെയുള്ള ബ്രിട്ടൻ അധീനത അമേരിക്കൻ സൈനിക താവളം ഇറാൻ തകർക്കുന്നത്. അമേരിക്കയുടെ B-52, B-2 തുടങ്ങിയ ഭീമൻ ബോംബുകൾ, വിമാനങ്ങളും ആണവ അന്തർവാഹിനികളും നിലയുറപ്പിച്ചിരിക്കുന്ന ഇടമാണ് ഡീഗോ ഗാർഷ. പശ്ചിമേഷ്യയിലെയും ഏഷ്യയിലെയും സൈനിക നീക്കങ്ങൾ നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായ താവളമായാണ് ഇതിനെ കരുതിയിരിക്കുന്നത്. ഇവിടെ ഇറാന്റെ മിസൈലുകൾ എത്തിയത് അമേരിക്കയിലും ബ്രിട്ടനിലും വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ മിസൈൽ ശേഷി തകർത്തു എന്ന് അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇത്രയും ദൂരപരിധിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചതെന്നും കാണേണ്ട കാര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പരാമർശങ്ങൾ ഇറാന് അനുകൂലമായിട്ട് വേണം വ്യാഖ്യാനിക്കാൻ. യുദ്ധം അവസാനിപ്പിക്കുമെന്നും അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഈ പരാമർശം വന്നതിന് പിന്നാലെ രംഗത്ത് വന്ന ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ ദൗത്യം പൂർത്തിയായെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നും അറിയിച്ചിരുന്നു. എന്തായാലും ഇറാന്റെ മിസൈൽ പ്രഹരശേഷിയിൽ അമേരിക്കയുടെ അടക്കം കണ്ണ് തള്ളി എന്ന കാര്യത്തിൽ തർക്കമില്ല.